നിങ്ങളെല്ലാവരും കേട്ട് കാണും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് കാണാം, ആണുങ്ങളായി കഴിഞ്ഞാൽ പൊക്കം കുറവാണ്, പിന്നെ ഡാർക്ക് സ്കിൻ കളറാണ്, അതോടൊപ്പം തന്നെ റിച്ചും അല്ല, ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ലുക്കാണെങ്കിൽ അവന് വലിയതായിട്ട് പെണ്ണ് കിട്ടില്ല, അവൻ്റെ കാര്യം പോക്കാണെന്ന് പറഞ്ഞ് കുറേ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിലൊക്കെ നിങ്ങൾ കേട്ട് കാണും. ആ ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫീനെ പറയുന്നതാണ് ബ്ലാക്ക് പിൽ ഫിലോസഫി എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബ്ലാക്ക് പിൽ റിയൽ ആണോ അല്ലയോ എന്ന് അനലൈസ് ചെയ്യാനാണ് പോകുന്നത്. എനിക്കിപ്പോൾ ഏകദേശം 25 വയസ്സാവാറായി. ഞാനൊരു 15 വയസ്സിൽ തുടങ്ങിയതാണ് ഈ ബ്ലാക്ക് പിൽ ഫിലോസഫീനെ കുറിച്ച് പഠിക്കാനായിട്ട്. ഏകദേശം ഇപ്പോൾ 10 വർഷത്തോളം ഞാൻ ബ്ലാക്ക് പിൽ ഫിലോസഫി നന്നായിട്ട് പഠിച്ചൊരു വ്യക്തി, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ വീഡിയോ ആണുങ്ങൾ കണ്ടിരിക്കണം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണുങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് നടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഹൈറ്റിൽ നിന്ന് തുടങ്ങാം. ആണുങ്ങൾക്ക് ഹൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ മാട്രിമോണിയൽ സൈറ്റും പിന്നെ അല്ലാതെ കുറേ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തു. പിന്നെ ആളുകളോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സ്ത്രീകൾ അവരെക്കാളും ഒരുപാട് ഹൈറ്റുള്ള പുരുഷന്മാരാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ഹൈറ്റുള്ള പുരുഷന്മാരാണ് കൂടുതൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത്, നമ്മളിപ്പോൾ മാട്രിമോണി ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്ത്രീകൾ പറയുന്നുണ്ട് 173 സെൻറ്റിമീറ്റർ എങ്കിലും മിനിമം ആണുങ്ങൾക്ക് വേണമെന്ന്. കൂടുതലും സ്ത്രീകൾ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ. അപ്പോൾ കഴിഞ്ഞ 2024-25 വർഷത്തിൽ ഏറ്റവും കൂടുതൽ മാട്രിമോണി സൈറ്റിൽ ഹൈറ്റ് ഫിൽറ്റർ ഉപയോഗിച്ചേക്കുന്ന സ്ത്രീകളാണ്. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് 5'8" ആൻഡ് എബോവ് ഹൈറ്റുള്ള ചെക്കന്മാരാണ് കൂടുതൽ സ്ത്രീകൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തപ്പോൾ നമ്മുടെ ഈ റെഡിറ്റ് ഉണ്ടല്ലോ, റെഡിറ്റിൽ കുറേ കേരള കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തപ്പോൾ അതിൽ ആണുങ്ങൾ കൃത്യമായിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ 165 സെൻറ്റിമീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവരുടെ പെണ്ണുങ്ങളെ കിട്ടുന്നില്ല, പ്രത്യേകിച്ച് മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈറ്റ് കുറവായതിൻ്റെ പേരിൽ വിവാഹം നടക്കാത്ത ആണുങ്ങൾ, ഭൂരിഭാഗം ആണുങ്ങളും ലിംബ് ലെങ്ത്തിന് സർജറി ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ ലിംബ് ലെങ്തനിങ് സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കൂട്ടുന്നൊരു സർജറിയാണ്. അപ്പോൾ അത് ഒരുപാട് സമയമെടുക്കും, അതായത് 12 മാസങ്ങളോളം എടുക്കും അത് ഹീലായി വരാനായിട്ട്. കാരണം അത് ബോൺ കട്ട് ചെയ്തിട്ട് ഒരു മാഗ്നറ്റിക് റോഡാണ് അതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല വേദനയായിരിക്കും. ചിലവർക്ക് ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഹീലാവില്ല, അവർ ചിലപ്പോൾ ലൈഫ് ലോങ് വരെ പെയിൻ അനുഭവിച്ചെന്ന് വരാം. അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണ് ലിംബ് ലെങ്തനിങ് സർജറി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, അതുവരെ ചെയ്യാനായിട്ട് പുരുഷന്മാർ നിർബന്ധിതരാവുകയാണ്. കാരണം അവർക്ക് വേറെ വഴിയില്ല, പെണ്ണുങ്ങളെ കിട്ടുന്നില്ല, വിവാഹം മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡ് അനുസരിച്ച് ലിംബ് ലെങ്തനിങ് സർജറി അപ്പോയിൻമെൻറ്റ്സ് കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റിസർച്ചിൽ പറയുന്നത് 165 സെൻറ്റിമീറ്ററും അതിന് താഴെ ഹൈറ്റുള്ള പുരുഷന്മാരെ കൂടുതൽ പെണ്ണുങ്ങൾ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. 168 സെൻറ്റിമീറ്റർ തൊട്ട് 175 സെൻറ്റിമീറ്റർ വരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അക്സെപ്റ്റ് റേറ്റാണ്, കുഴപ്പമില്ല. പക്ഷേ പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യണ ഹൈറ്റ് 178 സെൻറ്റിമീറ്റർ തൊട്ട് 185 സെൻറ്റിമീറ്റർ വരെയാണെന്നാണ് നമ്മുടെ പഠനങ്ങൾ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഹൈറ്റ് മാത്രമല്ല, ഹൈറ്റ് ഇല്ലെങ്കിലും പുരുഷന് ഈ സ്റ്റാറ്റസും ലുക്കും വെച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ലുക്കും നല്ല സ്റ്റാറ്റസുള്ള പുരുഷന്മാർക്ക് പെണ്ണുങ്ങളെ കിട്ടുന്നുണ്ട് ഹൈറ്റ് കുറഞ്ഞാലും. പക്ഷേ ഹൈറ്റും കുറവാണ്, സ്റ്റാറ്റസും ഇല്ല, വലിയ കാര്യമായിട്ട് ലുക്കും ഇല്ലെങ്കിൽ പെണ്ണുങ്ങളെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ ഇത് തന്നെയാണ് ബ്ലാക്ക് പില്ലും പറയുന്നത്. നമുക്ക് ബ്ലാക്ക് പില്ല് ഇങ്ങനെ ഡിബങ്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്, അതായത് പൊളിച്ചെടുക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല. സോ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ബ്ലാക്ക് പില്ലിനെ പൊളിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ നോക്കിയിട്ട് ബ്ലാക്ക് പില്ല് പറയുന്നത് 99.9% ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിൽ എക്സെപ്ഷണലായിട്ട് വരുന്നത് മറ്റേ പേഴ്സണാലിറ്റി നോക്കി സ്നേഹിക്കുന്ന പെണ്ണുങ്ങളും അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഉള്ളത് ഭയങ്കര എക്സ്ട്രീം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആണുങ്ങൾ, അവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. അതായത് ഹൈറ്റും ഇല്ല, ലുക്കും ഇല്ല, സ്റ്റാറ്റസും ഇല്ലാത്ത ആണുങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങളതിനെ ചോദിക്കുക എന്താണ് സ്റ്റാറ്റസ്? സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തരമുണ്ട്. ഒന്ന് കാശ് മാത്രം, ഒന്ന് ഫെയിം മാത്രം, പിന്നെ ഇത് രണ്ടും ഉള്ളത്, അതായത് കാശും ഫെയിമും ഉള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ സെലിബ്രിറ്റീസൊക്കെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. 165 സെൻറ്റിമീറ്റർ താഴെയുള്ള പുരുഷൻ മാട്രിമോണി ആപ്പിൽ ഒരു പെണ്ണിനെ അന്വേഷിക്കുന്നു കല്യാണം കഴിക്കാനായിട്ട്. അപ്പോൾ ആ പുരുഷന് ഫാമിലി വെൽത്ത് നല്ല രീതിയിൽ കൂടുതലാണെങ്കിൽ, അതേപോലെ തന്നെ ഫേഷ്യൽ അട്രാക്റ്റീവ്നെസ് നല്ല രീതിയിൽ കൂടുതലാണെങ്കിൽ, ഹൈറ്റ് ഡസൻ മാറ്റർ. ഓക്കെ, ഇവിടെ ഹൈറ്റിന് ഒരു റോളുമില്ല. കാരണം ഈ സ്റ്റാറ്റസും ഈ അട്രാക്റ്റീവ്നെസ്സും ഹൈറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യും. ഇനി അടുത്ത് നമുക്ക് ലുക്കിലോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും അറിയാം ലുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം. ചിലർ ലുക്കിലെല്ലാ കാര്യം പേഴ്സണാലിറ്റി ഒന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ, അതൊക്കെ വെറുതെ തള്ളുകളാണ്. കൂടുതലും ഭൂരിഭാഗവും ലുക്കിൽ തന്നെയാണ് കാര്യം. അപ്പോൾ എന്താണ് ലുക്ക് എന്ന് പറയുമ്പോൾ ഫേഷ്യൽ അട്രാക്റ്റീവ്നെസ്, പിന്നെ അതോടൊപ്പം തന്നെ ബോഡി, രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റ് വരുന്ന ഫേസ്, അത് കഴിഞ്ഞിട്ടാണ് ബോഡി വരുന്നത്. അപ്പോൾ ലുക്ക് എന്ന് പറയുമ്പോൾ ഫേഷ്യൽ അട്രാക്റ്റീവ്നെസ് വരും, ഡിഫൈൻഡ് ജോ ലൈൻ, പിന്നെ ഫേഷ്യൽ ഹാർമണി, ഫേഷ്യൽ സിമെട്രി, ഇതൊക്കെ ഫേഷ്യൽ അട്രാക്റ്റീവ്നെസ്സിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ അതേപോലെ തന്നെ ബോഡിയുടെ കാര്യം പറയുമ്പോൾ അത്ലറ്റിക് ആയിട്ടുള്ള ബോഡി, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫിറ്റായ ബോഡി ആയാലും മതി. പിന്നെ ഏറ്റവും കൂടുതൽ പ്രിഫേർഡ് ആയിട്ടുള്ളത് അത്ലറ്റിക് ആയിട്ടുള്ള ബോഡി, പിന്നെ നല്ലൊരു ഫ്രെയിമുമാണ്. അപ്പോൾ ഇതിൽ രണ്ടെണ്ണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫേസ് ആണ് ആദ്യം വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ബോഡി വരുന്നുള്ളൂ.
അപ്പോൾ നമ്മൾ ഡേറ്റിംഗ് ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ 2024 2025 ഡേറ്റിംഗ് ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലുക്കുള്ള പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ കിട്ടുന്നത്. പിന്നെ ഡേറ്റിംഗ് ആപ്പിൽ ഹൈറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഡേറ്റിംഗ് ആപ്പിൽ സ്ത്രീകൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് ഫിൽറ്ററിട്ടാണ് കൂടുതൽ പുരുഷന്മാരെ സെർച്ച് ചെയ്യുന്നത്. അതായത് 6 feet ആൻഡ് അബോവ് നോക്കിക്കഴിഞ്ഞാൽ ലുക്കുള്ള 6 feet അണ്ടറിൽ വരുന്ന ആണുങ്ങളെ കാണാൻ പറ്റില്ല. സോ ഹൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റിംഗ് ആപ്പിൽ. അതിൻ്റെ തൊട്ട് താഴെ ഈ ഫേഷ്യൽ അട്രാക്റ്റീവ്നെസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതേപോലെ തന്നെയാണ് മാട്രിമോണി ആപ്പിലും സെയിം കാര്യം തന്നെയാണ്. പക്ഷേ മാട്രിമോണി ആപ്പിൽ ഹൈറ്റ് കുറവാണെങ്കിൽ പോലും ലുക്ക് ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ പെണ്ണുങ്ങളെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനീ പറയുന്ന കേരളത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണെന്നല്ല. നമ്മുടെ സ്റ്റഡീസിൽ പറയുന്നത് 82% അങ്ങനെയാണെന്നാണ്. 82% നമ്മുടെ റിസൾട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ പഴയ റിസർച്ചും കാര്യങ്ങളൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ 82% സ്ത്രീകളും ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് കളറിസം ഒന്ന് നോക്കാം. കളറിസം കേരളത്തിൽ നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ നമ്മൾ പാസ്റ്റ് ഹിസ്റ്ററിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 82% തൊട്ട് 84% വരെ സ്ത്രീകൾ നല്ല കളറുള്ള പുരുഷന്മാരാണ് ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെയാണ് പുരുഷന്മാരും നല്ല കളറുള്ള അത്യാവശ്യം നല്ല ഫെയർ സ്കിൻ ടോണുള്ള സ്ത്രീകളെയാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ അതിൽ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ കളറിസം വെച്ചുകൊണ്ട് നടക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ തന്നെ ഒരു റിസർച്ച് നടത്തി. അപ്പോൾ ഞാനിതിൽ ക്രിയേറ്റ് ചെയ്തത് 2 അക്കൗണ്ടാണ്. ഒരു അക്കൗണ്ട് നല്ല ഫെയർ സ്കിൻ ടോണുള്ള ലുക്കുള്ള ഒരാൾ, രണ്ടാമത്തെ അക്കൗണ്ട് ഡാർക്ക് സ്കിൻ ടോണുള്ള ലുക്കുള്ള ഒരാൾ. അപ്പോൾ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത മാട്രിമോണി ആപ്പിലാണ്. 2 ആണുങ്ങളുടെ പ്രൊഫൈലാണ്. അപ്പോൾ രണ്ടിലും നല്ല ജോലിയാണ് കൊടുത്തേക്കുന്നത്. ഹൈറ്റും 6 അടിക്ക് മേലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാച്ചസ് വന്നത്, ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് എന്ന് വന്നത് ഫെയർ സ്കിൻ ടോണുള്ള വ്യക്തിനെയാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഫെയർ സ്കിൻ ടോണുള്ള വ്യക്തിനെയാണ് പ്രിഫർ ചെയ്തത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കളറിസത്തിന് ഒരുപാട് കാര്യമുണ്ട്. ഇപ്പോഴും കളറിസം ഉണ്ട്, ഇപ്പോഴും കളറിസം പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. ഇല്ലെന്ന് കുറേ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ നല്ലൊരു സർക്കാർ ജോലിയുണ്ട്, നല്ലൊരു IT മേഖലയിൽ ജോലിയുണ്ട്, പിന്നെ ദുബായിലാണ് വർക്ക്, നല്ല കാശുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ കളറിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഡാർക്ക് സ്കിൻ ടോൺ ആണെങ്കിലും വലിയ കുഴപ്പമില്ല. ഇനി അടുത്താണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക്, ഹൈപ്പർഗമി. അപ്പോൾ ഹൈപ്പർഗമി ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹൈപ്പർഗമി റിയലാണ്, അല്ലാതെ അത് ഫേക്ക് സ്റ്റോറിയോ ഒരു ചുമ്മാ തള്ളി മറിക്കുന്നതല്ല. ഹൈപ്പർഗമി ശരിക്കും ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഹൈപ്പർഗമി എന്താ ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹൈപ്പർഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം സ്ത്രീകളും ഏറ്റവും ടോപ്പിലുള്ള ആണുങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്. അതായത് ടോപ്പ് 30% ഉള്ള ആണുങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പ് 30% എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജോലിയുള്ള, നല്ല ലുക്കുള്ള, നല്ല സ്റ്റാറ്റസ് ഉള്ള, അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ആണുങ്ങൾ, ഇവരൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് സബ് ഡിവിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സബ് ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരാൾ, ഇല്ലെങ്കിൽ നല്ല ഫെയിം ഉള്ളൊരാൾ, ഇല്ലെങ്കിൽ ലുക്കും ഹൈറ്റുള്ള ഒരാൾ, ഇല്ലെങ്കിൽ ഇത് മൂന്നും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരാൾ. ഇതിനെയാണ് നമ്മൾ ടോപ്പ് 30% എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ടോപ്പ് 30% എന്ന് പറയാനുള്ള കാരണം, സമൂഹത്തിൽ ഇവർ 30% ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 2010 കഴിഞ്ഞുള്ള സ്റ്റഡീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹൈപ്പർഗമേഴ്സ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ്. അപ്പോൾ ചിലവർ അതിൻ്റെ കോർ റീസൺ ചോദിക്കും. അതിൻ്റെ കോർ റീസൺ നമ്മുടെ ബയോളജിയും നേച്ചറും അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ബയോളജി നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു എഗ്ഗുള്ളൂ, പുരുഷന്മാർക്ക് മില്യൺസ് ഓഫ് സ്പേംസ് ഉണ്ട്. അപ്പോൾ സ്ത്രീകളുടെ ആ ഒരു എഗ്ഗ് ഭയങ്കര റെയറാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളാണ് അവിടെ കൂടുതൽ സെലക്റ്റീവ് ആവുന്നത്. സ്ത്രീകളാണ് സെലക്ട് ചെയ്യുന്നത് ഏത് പുരുഷനായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, ഏത് പുരുഷനായിട്ട് ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യണമെന്ന് സ്ത്രീകളാണ് അതുകൊണ്ട് സെലക്ട് ചെയ്യുന്നത്. പിന്നെ അതുമില്ലാതെ സ്ത്രീകളാണ് പ്രസവിക്കുന്നത്, പിള്ളേരെ മുല കൂട്ടുന്നത്, പിള്ളേരെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി അവർക്കാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ സെലക്റ്റീവ് ആവും. പക്ഷേ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ, മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുന്നേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ഇന്നത്തെ കാലത്ത് അത്രയും സെലക്റ്റീവ് ആയിരുന്നില്ലെന്ന്. കാരണം അന്ന് ഇന്നത്തെ പോലത്തെ ടെക്നോളജിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഓഫീസ് വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സിമ്പിങ് വളരെ പാടാണ്. കാരണം ആണുങ്ങളന്ന് ഹണ്ടിങ്ങിന് പോയില്ലെങ്കിൽ അതിജീവിക്കില്ല. പിന്നെ ഹണ്ടിങ്ങിന് പോകുന്ന ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ കിട്ടിയിരിക്കും, പോകാത്തവർ മരിച്ചു പോകും. പിന്നെ ആണുങ്ങൾക്ക് അന്ന് സിമ്പ് ചെയ്യാനുള്ള സമയം കിട്ടിയിരുന്നില്ല. കാരണം എങ്ങനെയും അതിജീവിക്കണം, എങ്ങനെയും സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയും ഫുഡ് കളക്ട് ചെയ്യണം. അപ്പോൾ ഹണ്ടിങ്ങിന് പോയേ പറ്റുള്ളൂ. അല്ലാതെ അവിടെ പെണ്ണുങ്ങളുടെ പുറകെ നടന്ന് സിമ്പ് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് സമയമില്ല. അപ്പോൾ അന്നത്തെ കാലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം പുരുഷന്മാർക്കും സ്ത്രീകളെ ലഭിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നപ്പോൾ സിമ്പിങ് വളരെ എളുപ്പമായി. സിമ്പിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ പുറകിൽ ഒലിപ്പിച്ചടക്കുന്നത്, ആ പെണ്ണായിട്ട് ലൈംഗികത്തിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ ആ പെണ്ണായിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനോ വേണ്ടി ആ പെണ്ണിൻ്റെ പുറകിൽ ഒലിപ്പിച്ച് അവൻ്റെ സമയം കളഞ്ഞ് നടക്കുന്നതാണ് നമ്മൾ സിമ്പിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ടെക്നോളജി ഒരുപാട് വളർന്നപ്പോൾ സിമ്പിങ് ഒരുപാട് കൂടി. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് മൊബൈൽ വഴി ഒരു പെണ്ണായിട്ട് മെസ്സേജ് അയക്കാം, അവളുടെ വീട് വരെ പോയി നമുക്ക് അവളായിട്ട് മിണ്ടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സിമ്പിങ് വളരെ എളുപ്പമാണ്. മൊബൈൽ ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നപ്പോൾ എളുപ്പമായി. അതുകൊണ്ട് തന്നെ കൂടുതൽ സിമ്പിങ് കൂടി. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെണ്ണൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ലുക്കുള്ള പെണ്ണായാൽ പോലും അവൾക്ക് ഇഷ്ടംപോലെ ഫോളോ റിക്വസ്റ്റ് വരും. അതും ആവറേജ് ലുക്കും ബിലോ ആവറേജ് ലുക്കുള്ള ആണെങ്കിലും എബോ ആവറേജ് ലുക്കുള്ള ആണുങ്ങൾ വരെ അവൾക്ക് റിക്വസ്റ്റ് അയക്കും.
പിന്നെ അവളായിട്ട് മിണ്ടാൻ ശ്രമിക്കും. അപ്പോൾ ഇത്രയും അറ്റൻഷൻ സ്ത്രീകൾക്ക് പുരുഷന്മാർ വാരി കോരി കൊടുക്കുമ്പോൾ സ്ത്രീകൾ വിചാരിക്കും അവർ ഭയങ്കര വാല്യുബിൾ ആസറ്റാണ്, അതുകൊണ്ട് തന്നെ അവർ ഡിസേർവ് ചെയ്യണത് ഏറ്റവും ടോപ്പ് 30% അല്ലെങ്കിൽ ടോപ്പ് 20% നിൽക്കുന്ന ആണുങ്ങളെയാണെന്ന് അവർ സ്വയം അങ്ങനെ വിശ്വസിക്കും. അപ്പോൾ ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്, അതിന് യാതൊരു സംശയമില്ല. കാരണം അവരാണ് പുറകെ നടന്ന് ഹൈപ്പ് ചെയ്ത് വിടുന്നത്. സോ ഇങ്ങനെയാണ് ഹൈപ്പർ ഗമി വളർന്ന് ഇപ്പോൾ ഏറ്റവും ബ്രൂട്ടൽ സ്റ്റേജിൽ നിൽക്കുന്നത്. കേരളത്തിൽ വലിയ കുഴപ്പമില്ല, എന്നാലും നമ്മൾ വിദേശത്തൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബ്രൂട്ടലാണ് ഹൈപ്പർ ഗമി. പിന്നെ ഇതിൽ ഫെമിനിസത്തിൻ്റെ ഒരു ഇരട്ടത്താപ്പുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഫെമിനിസ്റ്റുകൾ പറയും അവർ പെട്രിയാർക്കിക്ക് എതിരെയാണെന്ന്, എന്നിട്ട് അവരവരുടെ കാര്യം മാത്രമേ നോക്കുള്ളൂ. ഈ പെട്രിയാർക്കി എന്ന് പറയുമ്പോൾ ആണുങ്ങൾ ജോലിക്ക് പോകണം, ആണുങ്ങൾ കുടുംബഭാരം ചുമക്കണം, പിന്നെ അതുമല്ലാതെ ആണുങ്ങളായിരിക്കണം പ്രൊവൈഡറും പ്രൊട്ടക്റ്റേഴ്സും, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന അതും പെട്രിയാർക്കിയാണ്. അപ്പോൾ ഫെമിനിസം യൂസ് ചെയ്ത് സ്ത്രീകൾ പെട്രിയാർക്കിയിൽ നിന്ന് രക്ഷപ്പെടുകയും പുരുഷന്മാരതിൽ അകപ്പെട്ടു പോവുകയും ചെയ്തു. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 100 ഫെമിനിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളോട് ചോദിക്കുകയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യണ പാർട്ണർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർ ആഗ്രഹിക്കുന്നത് അവരെക്കാളും കൂടുതൽ സമ്പാദിക്കുന്ന, അവരെക്കാളും നല്ല ലുക്കുള്ള പുരുഷന്മാരായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഒരു പെട്രിയാർക്കിയാണ്. കാരണം പുരുഷന്മാരാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, പുരുഷന്മാർക്ക് അവരെക്കാളും കൂടുതൽ കാശുണ്ടാക്കാനുള്ള ഏണിംഗ് കപ്പാസിറ്റി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ പെട്രിയാർക്കിയാണ്. അപ്പോൾ നമ്മൾ ഫെമിനിസ്റ്റ് ഐഡിയോളജിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആഗ്രഹിക്കേണ്ടത് എങ്ങനത്തെ ആണുങ്ങളായിരിക്കും? അവരുടെ ഈക്വൽ ഏണിംഗ് കപ്പാസിറ്റി ഉള്ള ആണുങ്ങളെ, ഇല്ലെങ്കിൽ എന്തായിരിക്കും ഹൗസ് ഹസ്ബൻഡ് ആയിട്ടുള്ള ആണുങ്ങളായിരിക്കും കൂടുതൽ ഫെമിനിസ്റ്റുകൾ ആഗ്രഹിക്കേണ്ടത്. എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പോഴും അവർ പെട്രിയാർക്കിലായിട്ട് തിങ്ക് ചെയ്യുന്നു? എന്തുകൊണ്ട് ഇപ്പോഴും അവരെക്കാളും കൂടുതൽ ഏണിംഗ് കപ്പാസിറ്റി ഉള്ള ആണുങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്? ഭൂരിഭാഗം ആട്ടോ ഞാൻ പറയുന്നത്, എല്ലാവരും അങ്ങനെയൊന്നുമല്ല, ഭൂരിഭാഗം ഫെമിനിസ്റ്റുകളായ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഡേറ്റിങ്ങിന് പോവുകയാണെങ്കിൽ പുരുഷന്മാർ, ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ പുരുഷന്മാർ പേ ചെയ്യണം, പൈസ അടച്ചോളണം, അതും ഒരു പെട്രിയാർക്കിയാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, തിരിച്ച് ഇതേപോലെ പുരുഷൻ പറയാണ് അപ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണ് വീട്ടു ജോലി എടുത്ത് വീട്ടിലിരുന്നോളണം, ഇല്ലെങ്കിൽ വീട്ടു ജോലി അറിയാവുന്നൊരു പെണ്ണ്, കുക്ക് ചെയ്യുന്ന അറിയാവുന്നൊരു പെണ്ണിനെയാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ പറയും അവൻ സ്ത്രീ വിരുദ്ധനാണ്, അവൻ മിസോജിനിസ്റ്റാണ്, അവൻ ആൻറ്റി ഫെമിനിസ്റ്റാണെന്ന്, അങ്ങനെ കുറേ പറഞ്ഞ് അവനെ അടിച്ച് താഴ്ത്താൻ നോക്കും അല്ലേ. പക്ഷേ ഇവരാഗ്രഹിക്കുന്നതും ആ ഒരു എക്സാക്റ്റ് ഈക്വൽ എമൗണ്ട് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അവിടെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒരു പെട്രിയാർക്കി ആണെങ്കിൽ ഇവിടെയും ആണുങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, ആണുങ്ങൾക്ക് കൂടുതൽ ഏണിംഗ് കപ്പാസിറ്റി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു പാട്രിയാർക്കിയാണ്. രണ്ടും ഈക്വലാണ്. പക്ഷേ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ നമ്മളവിടെ മേൽ ഷോവിനിസ്റ്റ് ആവുന്നു, മിസോജിനിസ്റ്റ് ആവുന്നു. പക്ഷേ സ്ത്രീകൾ പുരുഷന്മാരുടെ കാര്യം പറയുമ്പോൾ അത് കുഴപ്പമില്ല, അതൊരു പ്രിഫറൻസ് ആണെന്ന് അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ആണുങ്ങളാണ്. പിന്നെ അതുമല്ലാതെ വേറൊരു ഡബിൾ സ്റ്റാൻഡേർഡ് കൂടിയുണ്ട്. അതായത് ഒരു സ്ത്രീ പറയുന്നു അവർ പ്രിഫർ ചെയ്യണത് വീട്ടിലിരിക്കാനാണ്, വീട്ടിലിരുന്ന് ജോലി ചെയ്യാനാണ് അവർ പ്രിഫർ ചെയ്യണത്. പക്ഷേ ജോലിക്ക് പോകുന്ന പുരുഷൻ ഒരു 12 അല്ലെങ്കിൽ 14 മണിക്കൂർ ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അവർ വീട്ടു ജോലിക്ക് കൂടി ഹെൽപ്പ് ചെയ്തോളണം, വീക്കെൻഡ്സിലും എല്ലാ സമയത്ത് വീട്ടു ജോലിക്ക് ഫുള്ള് ഹെൽപ്പ് ചെയ്തോളണം എന്ന് പറയുന്നത് അതൊരു ഡബിൾ സ്റ്റാൻഡേർഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, 12-14 മണിക്കൂർ ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ തന്നെ ടയർഡായി പണ്ടിറങ്ങിപ്പോവും. അപ്പോൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് സ്ത്രീ. അപ്പോൾ ഇവരെ വീട്ടിൽ വന്നിട്ട് വീണ്ടും ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 90% വർക്ക് പുരുഷനാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ജോലിക്ക് പോകണമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 2 പേര് പുരുഷനും സ്ത്രീയും കൂടി ജോലിക്ക് പോകണമെങ്കിൽ കുഴപ്പമില്ല, അവർ 2 പേരും വീട്ടിൽ വന്നിട്ട് 2 പേരും പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ജോലിക്ക് വന്നൊരു പുരുഷൻ വീട്ടിൽ വന്നിട്ട് പാതി ജോലിയും കൂടി എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിലെ പണി കൂടി എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തന്തയില്ലായ്മയാണ്. ഇതിപ്പോൾ നേരെ തിരിച്ചാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പുരുഷൻ വീട്ടിലിരിക്കുന്നു, സ്ത്രീ ജോലിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞ് 12 മണിക്കൂർ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പകുതി പണി ഇല്ലെങ്കിൽ ഫുൾ പണി എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തെറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബ്ലാക്ക് പില്ല് റിയൽ ആണോ അല്ലേന്നോ അല്ലേ? അപ്പോൾ ബ്ലാക്ക് പില്ല് റിയൽ തന്നെയാണ്. നമ്മളത് പൊളിച്ചെടുക്കാൻ നോക്കിയാലും നടക്കില്ല. കാരണം ഇപ്പോഴത്തെ മോഡേൺ ബ്ലാക്ക് പില്ല് നമുക്ക് പൊളിച്ചെടുക്കാൻ എളുപ്പമാണ്. കാരണം മോഡേൺ ബ്ലാക്ക് പില്ല് കൂടുതലും പറയുന്നത് ഫേഷ്യൽ അട്രാക്റ്റീവ്നെസ് മാത്രമാണ് മാറ്റർ, അല്ലെങ്കിൽ ഹൈറ്റ് മാത്രമാണ് മാറ്റർ, ബാക്കി ഒന്നും വലിയ കാര്യമില്ല, ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് ഈസ് എവറിത്തിങ് എന്നാണ് മോഡേൺ ബ്ലാക്ക് പില്ല് പറയുന്നത്. അത് ജസ്റ്റ് ഒരു സബ് ഡിവിഷനാണ്, അത് തെറ്റായ ഒരു ബ്ലാക്ക് പില്ലാണ്. ശരിക്കുള്ള ബ്ലാക്ക് പിൽ ഫിലോസഫീനെ നമുക്ക് ഒരിക്കലും പൊളിച്ചെടുക്കാൻ പറ്റില്ല. അതിൽ പറയുന്ന കാര്യങ്ങൾ ഭൂരിഭാഗവും കറക്റ്റായിരിക്കും, അതാണ് പ്രശ്നം. അപ്പോൾ ശരിക്കുള്ള ബ്ലാക്ക് പില്ല് വേറെ കുറേ കാര്യങ്ങളോട് പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഇപ്പോൾ വിവാഹിതയായ ഒരു സ്ത്രീ ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ ഒരു ബസ് ഡ്രൈവറിനൊപ്പം പോകുന്നുണ്ട്, അത് പിന്നെ എന്താ? അപ്പോൾ ബ്ലാക്ക് പില്ല് പറയുന്ന പോലെ അല്ല നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ അതും ബ്ലാക്ക് പില്ല് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആണുങ്ങൾ കൂടുതൽ ലോജിക്കലായിട്ടും പെണ്ണുങ്ങൾ കൂടുതൽ ഇമോഷണലായിട്ടും തിങ്ക് ചെയ്യുന്നത്. നമ്മൾ ബയോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, സൈക്കോളജിക്കലി നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. പെണ്ണുങ്ങളാണ് കൂടുതൽ ഇമോഷണലി തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരാണ് അവർക്ക് ഭർത്താവ് കൊടുക്കുന്നതിൻ്റെ അപ്പുറം അറ്റൻഷൻ കൊടുക്കുകയും അവരെ കൂടുതൽ കൊഞ്ചിക്കുകയും അവരെത്ര ആട്ടിത്തുപ്പി വിട്ടാലും അവരുടെ പുറകിൽ നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് സ്ത്രീകൾക്ക് അവരോട് ഒരു അട്രാക്ഷൻ തോന്നും. കാരണം അവർ ഇമോഷണലിയാണ് തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു
ഒരു ഒരു അറ്റൻഷൻ കിട്ടുമ്പോൾ അവർ ഇമോഷണലി പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കും. അതായത് ഇവൻ കൊള്ളാം, എൻ്റെ ഭർത്താവിനെക്കാളും ഇവൻ നന്നായിട്ടുണ്ട്, ഇവൻ നന്നായിട്ട് പെരുമാറുന്നുണ്ട്, ഇവൻ എന്നെ പൊന്നുപോലെ നോക്കിക്കോളുമെന്ന് വിശ്വസിക്കും. പക്ഷേ ഇവിടുത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിശ്വസിച്ച് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവൻ കൂടി പോയി കഴിഞ്ഞാൽ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം, അത് കഴിഞ്ഞ് അവന് മടുത്തവൻ ഇട്ടേച്ചു പോകും. അതാണ് ഇവിടെ വിഷയം വരുന്നത്. പിന്നെ വളരെ റയർ കേസസിൽ അവർ നന്നായിട്ട് ജീവിക്കും, അത് പോട്ടെ. പക്ഷേ ഭൂരിഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പുരുഷൻ അല്ലെങ്കിൽ ആ സ്ത്രീക്ക് തന്നെ മടുത്തിട്ട് അവൻ ഇട്ടേച്ച് പോകും, അല്ലെങ്കിൽ പുരുഷൻ തന്നെ മടുത്തിട്ട് അവൻ ഇട്ടേച്ച് പോവുകയും ചെയ്യും. അതാണ് കൂടുതൽ സംഭവിക്കുന്നത്. പിന്നെ ചില കണ്ണാപ്പിയായ ആണുങ്ങൾക്ക് എങ്ങനെ പെണ്ണ് കിട്ടുന്നു, അതും എളുപ്പമാണ്. കാരണം ഇവരുടെയൊക്കെ സ്വഭാവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒരു തരി ഉളുപ്പും നാണമെന്ന് പറഞ്ഞ സാധനമേ ഇല്ല. എത്ര തന്നെ പെണ്ണ് അവനെ അവഗണിച്ച് വിട്ടാലും അവനെ കളിയാക്കി വിട്ടാലും അവൻ ആ പെണ്ണിൻ്റെ പുറകിൽ തന്നെ നടക്കും. അങ്ങനെ മാസങ്ങളോളം അവളുടെ പുറകിൽ തന്നെ നടക്കുമ്പോൾ അവൾക്കൊരു സിമ്പതിയും എമ്പതിയൊക്കെ തോന്നിയിട്ട് ഇവനൊരു ചാൻസ് കൊടുക്കും. അങ്ങനെയാണ് കൂടുതലും ഈ കണ്ണാപ്പിത്തരം കാണിക്കുന്ന ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നത്. പക്ഷെ നമ്മളത് സൂക്ഷിച്ച് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അവർ കല്യാണം കഴിഞ്ഞിട്ടുള്ളവരെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ കൂടിപ്പോയി 1, 2, 3 വർഷം ഉണ്ടാവുള്ളൂ. വളരെ റയർ കേസസിൽ മാത്രമാണ് അവർ ഒരുപാട് വർഷങ്ങളോളം ഒരുമിച്ച് ജീവിക്കുന്നത്. റിലേഷൻഷിപ്പും അങ്ങനെ തന്നെയാണ്, കുറച്ച് കഴിയുമ്പോൾ ബ്രേക്കപ്പ് ആവും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ പെട്ടെന്ന് ഇമോഷണലി തിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഇമോഷണലി തിങ്ക് ചെയ്ത് ഒരു സിമ്പതി എമ്പതിയുടെ പുറത്ത്, അല്ലെങ്കിൽ അത് റിയൽ ആണെന്ന് വിശ്വസിച്ചിട്ട് അവനൊരു ചാൻസ് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സോ അതും ബ്ലാക്ക് പില്ല് പറഞ്ഞു പോകുന്നുണ്ട്, ശരിക്കുള്ള ബ്ലാക്ക് പിൽ ഫിലോസഫിയിൽ അതും പറഞ്ഞു പോകുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കോർ റീസണിലോട്ട് പോകാം, ബയോളജിക്കൽ റീസൺ. ഇതിൻ്റെയൊക്കെ ഒരു ലോജിക്ക് നമുക്ക് അറിയേണ്ടത്. എന്തുകൊണ്ടാണ് കൂടുതൽ സ്ത്രീകൾ അവരുടെ പാർട്ണർ ഹൈറ്റ് കൂടി അവരെക്കാളും ഹൈറ്റ് കൂടി പാർട്ണർ എന്ന് ആഗ്രഹിക്കാനുള്ള കാരണം? നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 80% സ്ത്രീകളും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അറിയണം. അപ്പോൾ അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലവർ പറയും ഫാക്ടറി കണ്ടുപിടിച്ചതിന് ശേഷമാണ് പുരുഷന്മാർ കൂടുതൽ ഹൈറ്റ് വെച്ചതെന്ന്. അത് ശുദ്ധമായ പൊട്ടത്തെറ്റാണ്. അതിൽ 10%, 15% മാത്രമേ ശരിയുള്ളൂ. നമ്മൾ 2.5 മില്യൺ വർഷം മുന്നേ നോക്കിക്കഴിഞ്ഞാൽ പാലിയോളിത്തിക് ഹണ്ടർ ഗാദേഴ്സ് എന്ന് പറഞ്ഞ കൂട്ടമുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആവറേജ് ഹൈറ്റ് വന്ന് ആണുങ്ങളുടെ 5 അടി 10 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഹൈറ്റ് കൂടിയവർ അന്നും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഹൈറ്റ് കുറവായിരുന്നു. പക്ഷെ അത് വേറെ ആൻസിസ്റ്റേഴ്സാണ്, അത് ഓസ്ട്രലോപിത്തക്കസാണ്, ഹോമോസാപ്പിയൻസ് അല്ല. അതാലോചിക്കണം, അവർക്ക് ഹൈറ്റ് കുറവായിരുന്നു. അപ്പോൾ അന്ന് അവർക്ക് ഹൈറ്റ് കുറവായിരുന്നു. തീ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഹൈറ്റ് കൂടിയത്. അതുകൊണ്ട് ഹൈറ്റ് നോക്കി പോകുന്നതൊക്കെ വെറും ബീറ്റ പെണ്ണുകളാന്ന് പറയുന്നത് ലോക മണ്ടത്തരമാണ്. കാരണം ഒരുപാട് ലക്ഷക്കണക്കിന് വർഷം അത് കഴിഞ്ഞ് സംഭവിച്ചു. ഇപ്പോൾ തീ കണ്ടുപിടിച്ചിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് വർഷങ്ങളായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തീ കണ്ടുപിടിച്ചതിന് ശേഷം കൂടുതൽ വൈറ്റമിൻസും ന്യൂട്രിയൻസൊക്കെ മനുഷ്യന്മാർക്ക് ലഭിച്ചു തുടങ്ങി. അങ്ങനെ കൂടുതൽ ആളുകൾ ഹൈറ്റ് വെച്ച് തുടങ്ങി. സോ ഹൈറ്റ് കൂടുതലും സ്ത്രീകൾ പ്രിഫർ ചെയ്യാനുള്ള കാരണം ഹൈറ്റുള്ള പുരുഷന്മാർ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ അവർക്ക് കൂടുതൽ പെട്ടെന്ന് ഓടാൻ പറ്റും. കൂടുതൽ അവർക്ക് ഹാൻഡിന് കൈക്ക് റീച്ച് ഉണ്ടാവും ഒരു ഫൈറ്റ് ചെയ്യാൻ നേരത്തെ. ഇപ്പോൾ കരടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈക്ക് റീച്ച് ഉണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഒരു കാട്ടുതീ വന്നാൽ സ്പീഡിൽ ഓടാൻ പറ്റും, പെട്ടെന്ന് നീന്തി കിടക്കാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ കോർ റീസൺ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളാലോചിക്കുക, ഇപ്പോൾ ഹൈറ്റുള്ള പുരുഷന്മാരെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് മണ്ടത്തരമാണ്. കാരണം ഇപ്പോൾ അതിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം ഈ പറഞ്ഞു വന്നത് പണ്ടത്തെ കാലത്ത് ഹണ്ടർ ഗാദർ സമയത്തൊക്കെ ആയിരുന്നു. അപ്പോൾ ഹൈറ്റിന് കുറച്ചെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഒരുപാടൊന്നുമില്ല. അന്നത്തെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം നമ്മളിപ്പോൾ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. ഇപ്പോൾ ഹൈറ്റുള്ള പുരുഷന്മാർ ആഗ്രഹിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരമാണ്. എന്നാലും അത് ക്യാരി ഫോർവേഡ് ചെയ്ത് ഇപ്പോഴും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, സബ് കോൺഷ്യസ്ലി ആഗ്രഹിക്കുന്നത് ഹൈറ്റുള്ള പുരുഷന്മാരാണ്. അങ്ങനെയാണ്, അങ്ങനെ കോഡ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ അതുമല്ലാതെ ചിലർ ഓട്ടോമാറ്റിക്കലി അവരെ മനസ്സിൽ ഒരു ലീഡർ എന്ന് പറയുമ്പോൾ ഹാലോ എഫക്റ്റ് കാരണം കേട്ടോ, ലീഡർ എന്ന് പറയുമ്പോൾ ഹൈറ്റുള്ള ഒരു പുരുഷനെ അല്ലെങ്കിൽ നല്ല ഡിഫൈൻഡ് ജോലിയുള്ള ഹൈറ്റുള്ള പുരുഷനാണ് അവരുടെ കൺമുമ്പിൽ വരുന്നത് ഒരു ലീഡർ എന്ന് പറയുമ്പോൾ. അതാണ് ഒരു പ്രശ്നം വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഫേഷ്യൽ അട്രാക്റ്റീവ്നെസ്സിന് വളരെ ഇമ്പോർട്ടൻറ്റ് റോളുള്ളതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നല്ലൊരു ഫേഷ്യൽ ഹാർമണി, നല്ലൊരു ഫേഷ്യൽ സിമെട്രി ഉള്ള വ്യക്തിക്ക് നല്ല ജനറ്റിക്സ് ഉണ്ടെന്നാണ് അർത്ഥം. അത് വെച്ചാണ് നമ്മുടെ പൂർവികർ നല്ല ജനറ്റിക്സ് ഉള്ള ആളുകളെ കണ്ടെത്തിയിരുന്നത്. അങ്ങനെയാണ് നാച്ചുറൽ സെലക്ഷൻ വർക്ക് ചെയ്യുന്നത്. അത് വേറെ കാര്യം. നല്ല ജനറ്റിക്സ് ഉള്ള ഒരാളെ സെലക്ട് ചെയ്യും സ്ത്രീകൾ, അത്യാവശ്യം നല്ല ഒരു ഫേഷ്യൽ സിമെട്രിയും ഫേഷ്യൽ ഹാർമോണിയും ഉള്ള പുരുഷനെ. അപ്പോൾ അതിനുള്ള റീസൺ ഇതാണ്. അതൊരു സിഗ്നലാണ്. നമ്മുടെ ഉള്ളിൽ നല്ലൊരു ജനറ്റിക്സ് ആണ് ഉള്ളതെന്ന് പുറത്ത് കാണിക്കാനുള്ള ഒരു സിഗ്നലാണ് ഫേഷ്യൽ സിമെട്രിയും ഫേഷ്യൽ ഹാർമണിയും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് നല്ല ജനറ്റിക്സ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഫേസ് നോക്കിയാൽ കൂടുതൽ മനസ്സിലാവുള്ളൂ. പിന്നെ ബോഡി നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഫേസാണ് പ്രൈമറി. ഫേസ് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതാണ്. അങ്ങനെ എവല്യൂഷൻ വഴി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരുപാട് ടെക്നോളജി വളർന്ന് ഇപ്പോൾ ഒരുപാട് ഹോസ്പിറ്റൽസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്രയ്ക്കും നല്ല അടിപൊളി ജനറ്റിക്സ് ആയിരിക്കണം നിർബന്ധമില്ല. ഒരു ആവറേജ് ജനറ്റിക്സ് ആയാൽ തന്നെ മതി. പക്ഷേ ഇപ്പോഴും സബ് കോൺഷ്യസ്ലി ആണുങ്ങളും പെണ്ണുങ്ങളും ഏറ്റവും ഫേഷ്യൽ അട്രാക്റ്റീവ്നെസ് ഉള്ള ഒരാളെയാണ്, ഇപ്പോൾ ഒരു പങ്കാളിയാണ് പ്രിഫർ ചെയ്യുന്നത്.
കാരണം നമ്മൾ സബ് കോൺഷ്യസ്ലി അങ്ങനെയാണ്, കാരണം അങ്ങനെയാണ് കോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. എവല്യൂഷൻ വഴി അങ്ങനെ സംഭവിച്ചു പോയി. ഇപ്പോൾ ഒരു ഭംഗിയുള്ള വ്യക്തി നമ്മുടെ ഓപ്പോസിറ്റ് നടന്നു പോകണമെങ്കിൽ ഭൂരിഭാഗം ആളുകളും ആ ഭംഗിയുള്ള വ്യക്തിനെ ഒന്ന് നോക്കിപ്പോവും. കാരണം സബ് കോൺഷ്യസ്ലി നമ്മൾ അങ്ങനെയാണ് കോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഹാലോ എഫക്റ്റ്. ഹാലോ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പൊക്കമുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഇന്നസെൻ്റ് ആയിരിക്കും, അയാൾ ഇൻ്റലിജൻ്റ് ആയിരിക്കും, അയാൾ സ്മാർട്ടായിരിക്കും, നമ്മൾ ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ്ലി വിശ്വസിക്കും. അപ്പോൾ ഈ ഒരു ഹാലോ എഫക്റ്റ് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളായിട്ട് എങ്ങനെയെങ്കിലും ചേരാനായിട്ടാണ്. കാരണം അങ്ങനെ തോന്നിച്ചാൽ മാത്രമേ നമുക്ക് ചേരാൻ പറ്റുള്ളൂ. അയാളായിട്ട് ചേർന്നാലേ നല്ലൊരു ജനറ്റിക്സ് ഉള്ളൊരു ഓഫ്സ്പ്രിങ് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കോർ റീസൺ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ തെറ്റുകളുണ്ടാവാം. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്തത്, അല്ലാതെ വെറുതെ പോയിട്ട് ChatGPT പോയിട്ട് ഇത് അടിച്ചു കൊടുത്തിട്ട് അത് നോക്കി പറയുകയല്ലേ ചെയ്തത്. പിന്നെ ChatGPTയിൽ അന്വേഷിച്ചാലും കിട്ടുമെന്നില്ല. നമ്മൾ ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ChatGPT അതിൻ്റെ ഓപ്പോസിറ്റേ പറയുള്ളൂ. കാരണം അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ബ്ലാക്ക് പില്ല് പറഞ്ഞോളെ കുറച്ച് സൊല്യൂഷൻ ഞാൻ പറഞ്ഞു പോകാം. ബ്ലാക്ക് പില്ല് സൊല്യൂഷൻ പറഞ്ഞു പോണത് ഹൈപ്പർ ഗമി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ സിമ്പുകളുടെ എണ്ണം കുറയണം. ഞാൻ ഒന്നുകൂടി പറയാം, ഹൈപ്പർ ഗമി പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്ന് കുറയണമെന്നുണ്ടെങ്കിൽ സിമ്പുകളുടെ എണ്ണം കുറയണം, ആണുങ്ങളായ കോഴികളുടെ എണ്ണം കുറയണം. അപ്പോൾ ഈ ബ്ലാക്ക് പിൽ നോളജ് അവർക്ക് കിട്ടുവാണെങ്കിൽ അവർക്ക് മനസ്സിലാവും അവരിങ്ങനെ പുറകെ നടന്നിട്ട് കാര്യമില്ല, അവർ ചുമ്മാ ഹൈപ്പ് ചെയ്ത് വിടുവാണ് പെണ്ണുങ്ങളെ, അവർക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സിമ്പുകളുടെ എണ്ണം കുറയും. അപ്പോൾ ബ്ലാക്ക് പിൽ നല്ല രീതിയിൽ സ്പ്രെഡായാൽ മാത്രമേ രക്ഷയുള്ളൂ. സിമ്പുകൾ ഭയങ്കര ഡേഞ്ചറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പുകളുടെ എണ്ണം കൂടുന്തോറും പെണ്ണുങ്ങളുടെ ഈഗോ ബൂസ്റ്റ് ആവും. പെണ്ണുങ്ങളുടെ ഈഗോ ഇങ്ങനെ ബൂസ്റ്റ് ആവും തോറും എന്താ സംഭവിക്കുക, അവരേറ്റവും കൂടുതൽ ടോപ്പിലുള്ള ആണുങ്ങളെ ആഗ്രഹിക്കുള്ളൂ. അതാണ് ഏറ്റവും ഇവിടെ പ്രശ്നം വരുന്നത്. കാരണം ഓപ്ഷൻസ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഓപ്ഷനല്ലേ അവർ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഓപ്ഷൻസ് വളരെ കുറവാണെങ്കിലോ അവർ ഈക്വലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പുകളാണ്. അപ്പോൾ കുറേ പേര് വിചാരിക്കും ബ്ലാക്ക് പിൽ ഭയങ്കര ഡേഞ്ചറാണെന്ന്. ബ്ലാക്ക് പിൽ ഇപ്പോഴത്തെ മോഡേൺ ബ്ലാക്ക് പിൽ ഡേഞ്ചറാണ്. അത് ചുമ്മാ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. ശരിക്കുള്ള ബ്ലാക്ക് പിൽ വേറെ ഉണ്ട്. 2007 2006 ഒരു ബ്ലാക്ക് പിൽ ഉണ്ടായിരുന്നു, പ്യുവർ ബ്ലാക്ക് പിൽ. അത് അടിപൊളി സാധനമാണ്. അതിൽ കൃത്യമായിട്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ ബയോളജിക്കൽ റീസണും എല്ലാം വെച്ചാണ് പറഞ്ഞു പോകുന്നത്. അതിൽ പറയുന്ന 99% കാര്യങ്ങൾ ശരിയാണ്. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു പോയത്. പ്യുവർ ബ്ലാക്ക് പിൽ ഇപ്പോഴത്തെ ബ്ലാക്ക് പിൽ അല്ല. ഇപ്പോഴത്തെ ബ്ലാക്ക് പിൽ ശരിക്കും പറഞ്ഞാൽ അത് ആളുകളെ ബുള്ളി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, ബോഡി ഷെയിം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ അതല്ല ബ്ലാക്ക് പിൽ. ഒരാളുടെ ലുക്കിൻ്റെ പേരിൽ അയാളെ കളിയാക്കി വിടുന്ന അതൊന്നുമല്ല ബ്ലാക്ക് പിൽ. ഒരാൾക്ക് ലുക്ക് കുറവാണെങ്കിൽ ഉള്ള കാര്യം പറയും, ലുക്ക് കുറവായതുകൊണ്ട് നിനക്ക് ഈ ഡിസ്അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൊസൈറ്റി പറയുന്ന പോലെയല്ല, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ശരിക്കുള്ള ബ്ലാക്ക് പിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പാവാടകൾ, ഡേഞ്ചറസ് ആയിട്ടുള്ള പാവാടകൾ, പ്രത്യേകിച്ച് ഈ ട്രോൾ അമ്മാവൻ, പിന്നെ അതുപോലെ തന്നെ നീലമുട്ട, ഇവരൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു പോകും. ഇപ്പം നമ്മൾ നിയമത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് വയലൻസിൽ വിക്ടിംസ് ആയിട്ട് കരുതപ്പെടുന്നത് സ്ത്രീകളാണ്. പുരുഷന്മാരെ അവിടെ വലിയതായിട്ട് നോക്കുന്നില്ല. പുരുഷന്മാർക്ക് ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായാൽ പോലും ആ കേസിന് അത്ര വലിയ സീരിയസ്നെസ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ റേപ്പ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ BNSൽ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള റേപ്പ്, ട്രാൻസ്ജെൻഡേഴ്സ് അവിടെ ഇല്ല, ആണുങ്ങളും ഇല്ല. അതെന്തുകൊണ്ടാണ്? പോക്സ് ആക്ട് നോക്കിയാലും അത് സ്ത്രീകൾക്ക് മാത്രമാണ്. പിന്നെ അലിമണി നോക്കിയാലും ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് അതിലൊരു സെക്ഷൻ ഉണ്ട്, ആണുങ്ങൾക്ക് കൊടുക്കാം, ജെൻഡർ ന്യൂട്രൽ ആയിട്ടൊരു സെക്ഷൻ ഉണ്ട്. പക്ഷേ കൂടുതലും അലിമണി പുരുഷന്മാർ സ്ത്രീകൾക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. പുരുഷന്മാർക്ക് കിട്ടുന്നത് വളരെ റെയർ കേസിൽ മാത്രമാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു പെണ്ണ് ഫാൾസ് സെക്ഷൽ അലിഗേഷൻ കൊടുക്കുകയാണ്, എന്നിട്ട് തെളിയിക്കപ്പെട്ടാൽ പോലും, ഫാൾസ് സെക്ഷൽ അലിഗേഷനാണ് തെളിയിക്കപ്പെട്ടാൽ പോലും അവർക്കെതിരെ വലിയ പണിഷ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അതേസമയത്ത് ആ ആണിൻ്റെ ലൈഫ് എടുത്ത് നോക്കിയതിനെ ആണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അവൻ്റെ ജോലി പോയിട്ടുണ്ടാവും, അവൻ്റെ ഒരു ഫാമിലി ലൈഫിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അവനെ എല്ലാവരും വെറുത്തിട്ടുണ്ടാവും, അവൻ്റെ ജീവിതം തന്നെ തകർന്നു പോയിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഫാൾസ് അലിഗേഷനാണ് തെളിഞ്ഞു കഴിഞ്ഞ ശേഷം അവന് ഒരു 18 മാസം ജയിലിൽ കിടക്കായിരിക്കും, ചിലപ്പോൾ 20 വർഷം വരെ ജയിലിൽ കിടന്ന കേസുകളുണ്ട്. എന്നിട്ട് പോലും പെണ്ണുങ്ങൾക്കെതിരെ വലിയൊരു ആക്ഷൻ ഇല്ല. അപ്പോൾ ഇവരോട് നമ്മൾ അതെന്താ അങ്ങനെ ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അതിനുള്ള ഉത്തരമേ പറയില്ല. ഇവർ പറയും പഞ്ചാബിൽ ഏതോ ഒരു ഗ്രാമത്ത് കുറേ ആണുങ്ങൾ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു. ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്നാ, സമ്മതിച്ചു, അത് തെറ്റാണ്. പക്ഷേ ഇത് പറയുമ്പോൾ അതിലോട്ട് പോകരുത്, ഇതിനുള്ള ഉത്തരം നിങ്ങൾ തരണം. പക്ഷേ ഇവർ തരില്ല. ഈ ഒരു സബ്ജക്റ്റ് ഇവർ എടുക്കുകയില്ല, ഇവർ കണ്ടില്ല എന്ന് അടിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ശരിക്കുള്ള ഫെമിനിസത്തിന് ഒരു വാല്യൂ ഇല്ലാതാവും. ശരിക്കുള്ള ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സപ്പോർട്ടിങ് ഈക്വാലിറ്റി ഫോർ ബോത്ത് ജെൻഡർ, രണ്ട് ജെൻഡറിൻ്റെ ഈക്വാലിറ്റിക്ക് വേണ്ടി പോരാടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ സെലക്റ്റീവ് അല്ല. ഒരു ജെൻഡറിനെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് മറ്റേ ജെൻഡറിനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ കണ്ടില്ലെന്ന് അടിക്കുന്നതല്ല ശരിക്കുള്ള ഫെമിനിസം. പക്ഷേ ഈ മൊണ്ണകൾ കാരണം പെണ്ണുങ്ങളുടെ അടുത്ത് വലിയ ആളാവാൻ വേണ്ടി ഇവർ മിസാൻഡ്രി ഉള്ള ഫെമിനിസത്തിനെ സപ്പോർട്ട് ചെയ്ത് അതിനെ ഇങ്ങനെ പിന്തുണച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം ആണുങ്ങൾക്ക് ഭയങ്കര അപകടമാണ്. ഇങ്ങനത്തെ കുറേ സിമ്പുകൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് കൂടി വരുന്നുണ്ട്. അത് തന്നെയാണ് ബ്ലാക്ക് പിൽ നേരത്തെ വാൺ ചെയ്തത് നമ്മളെ.
അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊരു വുമൺ ഹേറ്റ് വീഡിയോ അല്ല, ജെൻഡർ വാർ വീഡിയോ ഒന്നുമല്ല. ഇതൊരു ഈക്വാലിറ്റിക്ക് വേണ്ടിയാണ്. അതായത് അൺഫെയർ ആക്ടിവിറ്റി നടക്കുന്ന ചൂണ്ടിക്കാണിക്കുക. അതായത് ലുക്കിലൊരു കാര്യമില്ല, പേഴ്സണാലിറ്റിയിലാണ് കാര്യമെന്ന് പറഞ്ഞിട്ട് കൂടുതലും ഭൂരിഭാഗം സ്ത്രീകളും ഹൈറ്റുള്ള അല്ലെങ്കിൽ ലുക്കുള്ള അല്ലെങ്കിൽ സ്റ്റാറ്റസുള്ള പുരുഷന്മാരെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അൺഫെയർ ആയിട്ടുള്ള നടക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും അതേപോലെ തന്നെ ഫെമിനിസം എന്ന് പറഞ്ഞ് ബോത്ത് ജെൻഡറിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മിസാൻഡ്രിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ വീഡിയോ ചെയ്തത്. പിന്നെ ബ്ലാക്ക് പിൽ ഫിലോസഫിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു അനലൈസിങ് വീഡിയോ കൂടിയാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് 90% മേളിൽ ബ്ലാക്ക് പിൽ പറയുന്നതാണ് ശരി. ഇപ്പോഴത്തെ മോഡേൺ ബ്ലാക്ക് പിൽ അല്ല, ശരിക്കുള്ള ബ്ലാക്ക് പിൽ ഫിലോസഫിയിൽ പറയുന്നത് തന്നെയാണ് ശരി. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് പില്ല് ഡീപ്പ് ഡൈവ് ഒരിക്കലും ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ നിഹിലിസ്റ്റിക്കായിട്ട് ചിന്തിക്കും. നിഹിലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനമില്ല, ഈ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് ചിന്തിക്കുന്നത്. അതായത് എന്തായാലും ജനിച്ചാൽ പിന്നെയും മരിക്കും, പിന്നെ ആണുങ്ങളായ ഒരു നേട്ടമല്ല, കൂടുതൽ സ്ട്രഗിൾസാണ് എന്നുള്ള ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടയാവും. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്, അങ്ങനെ ബ്ലാക്ക് പില്ല് ഒരു ഡീപ്പ് ഡൈവ് ചെയ്യരുത്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വീഡിയോയിൽ ചുമ്മാ കഥ പറഞ്ഞു പോകല്ലേ ചെയ്തേക്കുന്നത്, എല്ലാം അതിൻ്റേതായ എവിഡൻസും കൃത്യമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അതുമില്ലാതെ ആർക്കെങ്കിലും ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, ആ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഓരോ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ഒന്നും തന്നെ ഞാനിതിൽ കഥ അടിച്ച് പറഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ഉള്ള റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞു പോയേക്കുന്നത്. സോ വീഡിയോയിൽ ആണുങ്ങളുടെ സ്ട്രഗിൾ പറഞ്ഞെന്ന് വെച്ചിട്ട് പെണ്ണുങ്ങളോട് ഒട്ടും ബുദ്ധിമുട്ടിയിട്ടില്ല എന്നല്ല, പെണ്ണുങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ ആണുങ്ങളുടെ സ്ട്രഗിളിലാണ് ഞാനിവിടെ കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. പെണ്ണുങ്ങളുടെ കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ഒരുപാട് കൂടും. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങളുടെ കാര്യം പറയാതിരുന്നിട്ട് ആണുങ്ങളുടെ സ്ട്രഗിൾസ് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിത് വളച്ചൊടിക്കരുത്. ഞാനിത് വുമൺ ഹേറ്റ് വീഡിയോ ആണ് ചെയ്തേക്കുന്ന രീതിയിൽ വളച്ചൊടിക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം.